ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ സഭയുടെ ആരാധനക്രമ കാലഘട്ടത്തിൽ 8ാമത്തെ കാലമായ ഏലിയ സ്ലീവ മൂശക്കാലത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ 3 യാഥാർത്ഥ്യങ്ങളാണ് ഈ ആരാധനക്രമ കാലഘട്ടങ്ങളിൽ നാം അനുസ്മരിക്കുക. ഈ കാലഘട്ടം സെപ്റ്റംബർ 14 നാം ആഘോഷിക്കുന്ന വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളുമായി ബന്ധപ്പെട്ടാണ് സഭയിൽ രൂപം കൊണ്ടിരിക്കുന്നത് എന്നാണ് പണ്ഡിതമതം. 3 കാലങ്ങളും കൂടെ ഏലിയ, സ്ലീവ, മൂശെ, ഈ 3 കാലങ്ങളും കൂടെ യാമപ്രാർത്ഥനാ പുസ്തകങ്ങളിൽ 12 ആഴ്ചകളാണ് പരമാവധി വരിക. എല്ലാ വർഷത്തിലും 12 ആഴ്ചകൾ ഉണ്ടാകണമെന്നില്ല. അത് ഉയർപ്പ് തിരുനാളിനെയും സെപ്റ്റംബർ 14 കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിനെയും ആശ്രയിച്ചാണ് ഇരിക്കുക. വിശുദ്ധ കുരിശ് കേന്ദ്രീകൃതമാണ് ക്രൈസ്തവ ജീവിതമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ് ഈ ഏലിയ, സ്ലീവ, മൂശെ കാലങ്ങൾ. എന്താണ് ഏലിയയും മൂശയും അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ പ്രതിദാനം ചെയ്യുന്നത്? മൂശെ നിയമത്തെ പ്രതിനിധാനം ചെയ്യുമ്പോൾ ഏലിയ പ്രവാചകന്മാരെ പ്രതിനിധാനം ചെയ്യുന്നു. നിയമവും പ്രവാചകന്മാരും അരുൾ ചെയ്ത രക്ഷ വിശുദ്ധ കുരിശിൽ അനുഭവവേദ്യമാകുന്നു എന്ന യാഥാർത്ഥ്യമാണ് ആത്യന്തികമായിട്ട് ഈ ആരാധനക്രമ കാലഘട്ടം നമ്മെ ഓർമ്മപ്പെടുത്തുക. ദൈവം പഴയ നിയമ ജനതയുമായി നടത്തിയ ഉടമ്പടി, ആ ഉടമ്പടിയുടെ പ്രതിനിധി മൂശയായിരുന്നു. അതുകൊണ്ട് മൂശയെ നാം നിയമത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് കാണുക. അതിനുശേഷം കാലാകാലങ്ങളിൽ രക്ഷകനെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നത് ദീർഘദർശികളായിരുന്നു, പ്രവാചകന്മാരായിരുന്നു. ആ പ്രവാചകന്മാരുടെ പ്രതിനിധിയാണ് ഏലിയ. മലമേൽ ഉയർത്തപ്പെട്ട ആ പിച്ചള സർപ്പം പഴയ നിയമത്തിൽ നാം കാണുന്നുണ്ട്. ആ പിച്ചള സർപ്പം പുതിയ നിയമത്തിൽ കുരിശിൽ ഉയർത്തപ്പെട്ട രക്ഷകനായ ഈശോയാണ്. നിയമത്തിലൂടെയും പ്രവാചക പഠനങ്ങളിലൂടെയും ക്രിസ്തുവിനെ കേന്ദ്രമാക്കിക്കൊണ്ട് ക്രിസ്തുവിലേക്ക് നടന്നെടുക്കുന്ന ഒരു വിശ്വാസ സമൂഹത്തെ രൂപപ്പെടുത്തുക എന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്കുണ്ടായ സ്വപ്നവും കുരിശിൻ്റെ അടയാളത്തിലുള്ള അദ്ദേഹത്തിൻ്റെ യുദ്ധവിജയവും തുടർന്നുണ്ടായ ക്രൈസ്തവ സഭയുടെ വളർച്ചയും എല്ലാം ഇതിനോട് കൂട്ടിച്ചേർത്ത് നമുക്ക് കാണാവുന്നതാണ്. ഈ കാലഘട്ടം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാം എല്ലാവരും താബോർ മലയിൽ രൂപാന്തരപ്പെട്ട ക്രിസ്തുവിനെ പോലെ, ഈശോയ്ക്ക് ചുറ്റും കാണപ്പെട്ട മൂശയെപ്പോലെ, ഏലിയായെപ്പോലെ ദൈവത്തിൻ്റെ പ്രകാശത്തിലേക്ക് രൂപപ്പെടേണ്ടവരാണ് എന്ന സത്യമാണ്. ഒരു യുഗാന്ത്യോന്മുഖതയുടെ ലക്ഷ്യവും ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. നാം എല്ലാവരും നിയമവും പ്രവാചകന്മാരും കാണിച്ചു തരുന്ന വഴിയിലൂടെ യുഗാന്ത്യത്തിൽ അങ്ങ് കിഴക്ക് വിജയത്തിൻ്റെ അടയാളമായി കാണപ്പെടുന്ന കുരിശിനെ സ്വീകരിക്കുവാൻ നമ്മെ തന്നെ രൂപപ്പെടുത്തേണ്ടവരാണ് എന്ന സത്യം ഈ കാലഘട്ടം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ദിവസങ്ങളിലെ വായനകളെല്ലാം തന്നെ നമ്മെ ഇത്തരത്തിലുള്ള ഒരു രൂപപ്പെടുത്തലിനെ സഹായിക്കുന്നു എന്നതാണ് വസ്തുത. ഈ ആരാധനക്രമ കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ പ്രവാചകന്മാരും ജനത്തിൻ്റെ പ്രതിനിധിയുമായ മൂശയ്ക്ക് നൽകിയ നിയമവും ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിലൂടെ അങ്ങ് കിഴക്ക് വാനമേഘങ്ങളിൽ കുരിശിൻ്റെ അടയാളത്തോടുകൂടെ പ്രത്യക്ഷനാകുന്ന ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ തക്ക യോഗ്യതയുള്ളവരായി നമ്മെ തന്നെ രൂപപ്പെടുത്തേണ്ടതുണ്ട്. ആ രൂപപ്പെടുത്തലിനെ, ആ പരുവപ്പെടുത്തലിനെ നമ്മെ സഹായിക്കുകയും നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഈ ഏലിയ, സ്ലീവ, മൂശക്കാലങ്ങൾ. കർത്താവിനോടുകൂടെ ആയിരുന്ന മൂശയെപ്പോലെ, ഏലിയായെപ്പോലെ അവരുടെ ധവളപ്രകാശം കണ്ട സ്ത്രീഹന്മാർക്കുണ്ടായ അനുഭവം, ആ അനുഭവത്തിലേക്കാണ് നാമും വിളിക്കപ്പെട്ടിരിക്കുക.
നമുക്കും നമ്മെ തന്നെ രൂപപ്പെടുത്താം. മരുഭൂമിയിൽ ഉയർത്തിയ ആ പിച്ചള സർപ്പം രക്ഷകനായ ക്രിസ്തു കുരിശിൽ ഉയർത്തപ്പെട്ടപ്പോൾ എല്ലാവരും ആ ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെട്ടു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കും ക്രിസ്തുവിൽ ആകർഷിക്കപ്പെട്ടവരായി തീരാം. നമ്മളെ തന്നെ അതിനെ രൂപപ്പെടുത്താം, നമ്മളെ തന്നെ അതിനെ പരുവപ്പെടുത്താം. അതിന് ഈ ആരാധനക്രമ കാലഘട്ടം, ഏലിയ, സീവ, മൂശക്കാലങ്ങൾ നമ്മെ സഹായിക്കട്ടെ.